തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്ത് സ്നേഹം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ വചനത്തെ ആനുകാലിക ലോകത്തിന് അനുഭവവേദ്യമാക്കാൻ, സ്നേഹത്തിൻ്റെ കൽപ്പനയെ പ്രായോഗിക വഴിയിൽ യാഥാർത്ഥ്യമാക്കാൻ നാം വിളിക്കപ്പെടുന്നു. അങ്ങനെ വിളിക്കപ്പെടുന്ന നമ്മളോട് അവിടുന്ന് പറയുന്നത്, എങ്ങനെയാണോ ക്രിസ്തു പിതാവിനെ സ്നേഹിച്ചത്, എങ്ങനെയാണ് പിതാവിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയത്, അതുപോലെ നമ്മളും പ്രവർത്തിക്കണമെന്നാണ്. ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. ഞാനും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നുവോ അതുപോലെ സമസ്തവും ക്രിസ്തുവുമായി ബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ ഒരു നിലപാടാണ് പ്രാർത്ഥനയായി ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടത്. ഇന്ന് പ്രാർത്ഥന എന്നത് ആവശ്യം നേടാനുള്ള, കാര്യം കാണാനുള്ള കുറുക്കു വഴിയായി അധപ്പതിക്കുന്നു. വാസ്തവത്തിൽ തൻ്റെ പീഡകളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ക്രിസ്തു വെളിപ്പെടുത്തുന്നത് പിതാവിൻ്റെ സ്നേഹമാണ്. ഒരു മാതാവോ പിതാവോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന സഹനങ്ങളെയും വേദനകളെയും ക്ലേശങ്ങളെയും എല്ലാം സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടയാളങ്ങളാക്കി മാറ്റാൻ ക്രിസ്തുവിൽ നമുക്ക് സാധിക്കണം. അങ്ങനെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നവ കേവലം മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തി എന്ന നിലയ്ക്കല്ല, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തി എന്ന നിലയ്ക്കും ക്രിസ്തു അവരെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ടും ചെയ്യാൻ കഴിയണം. ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ സാമാന്യഗതിയിൽ ആഗ്രഹിക്കുക തന്നോട് അവർക്ക് നന്ദി ഉണ്ടാകണമെന്നാണ്. വാസ്തവത്തിൽ ക്രിസ്തുവിനോടാണ് നന്ദി വേണ്ടത്. താൻ ചെയ്യുന്നത് ക്രിസ്തുവിനെ പ്രതിയാണ് എന്ന ബോധ്യത്തോടെ അയാൾ ഈ പ്രവൃത്തി നിറവേറ്റുമെങ്കിൽ അവർ യഥാർത്ഥ സ്നേഹം അനുഭവിക്കുകയും ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ ഒന്നിക്കുകയും ചെയ്യും. ആനുകാലിക ലോകത്ത് മക്കളൊക്കെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പരിതപിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, നാം നമ്മുടെ സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത്. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്, ദൈവം പിതാവാലയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയേണ്ടത് തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൂടെയാണ്. ആ അവസരങ്ങളിലൊക്കെ അതിന് കാരണഭൂതരാകുന്ന മാതാപിതാക്കളാകട്ടെ, മുതിർന്നവരാകട്ടെ, അവരൻ ആരുമാകട്ടെ, അവർ താങ്കളുടെ പ്രവൃത്തിയായിട്ട് ഈ കടമകളെ നിറവേറ്റുന്നു. അപ്പോൾ സാമാന്യഗതിയിൽ ആ കുട്ടികൾ മനസ്സിലാക്കുന്നത് മാനുഷിക പ്രവൃത്തി മാത്രമായിട്ടാണ്. ഈ മാനുഷിക പ്രവൃത്തിയൊക്കെ പ്രതിഫലിച്ചോടുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് പിതാവ് മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ, മാതാവ് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നാം എന്തൊക്കെ ചെയ്യുമ്പോഴും അത് ഒരു ഉപകാരം അല്ലെങ്കിൽ ഉപകാര സ്മരണയെ ലക്ഷ്യമാക്കിയാണ് ചെയ്യുന്നത്, അംഗീകാരത്തെ ലക്ഷ്യമാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ നമ്മളെ അനുസരിക്കണമെന്നും അവർ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ആയിത്തീരണമെന്നൊക്കെ നമ്മൾ വാശി പിടിക്കും. ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടാതെ പോകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു എന്നാണ് ക്രിസ്തു പറയുക. എങ്ങനെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള സ്നേഹത്തെ തന്നിലൂടെ വെളിപ്പെടുത്തുന്ന ക്രിസ്തു അങ്ങയുടെ നാമം അറിയിച്ചു എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ നാമം സ്നേഹമാണ്. ആ സ്നേഹം യേശു അറിയിച്ചത് ജീവിതം വഴിയാണ്. സ്നേഹത്തിൻ്റെ പ്രഘോഷണമാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. ദൈവത്തിൻ്റെ നാമം സ്നേഹമെന്നാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ നാമം ഞാനിവരെ അറിയിച്ചു, ഈ സ്നേഹം ഞാനിവരെ അറിയിച്ചു. അതുകൊണ്ട് എനിക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടാകേണ്ടതിന്, എന്നോട് അവിടെ നിന്ന് കാട്ടിയ സ്നേഹത്തിൻ്റെ ഗാഢത ഇവരും അനുഭവിക്കേണ്ടതിന് അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവരിൽ ഞാൻ ഇനിയും അത് പ്രവർത്തിക്കും, ഇനിയും ആ സ്നേഹം അവരുണ്ടാകേണ്ടതിന് ഞാൻ ഇനിയും അത് അവരെ അറിയിക്കും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുന്ന ഓരോ നിമിഷവും നമുക്കത് അനുഭവിക്കാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കണം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു ജീവിതത്തിലേക്ക് നാം വിളിക്കപ്പെടുകയും ക്രിസ്തുവിനാൽ ഐക്യപ്പെടുകയും ചെയ്യുന്നു എന്ന ബോധ്യം യഥാർത്ഥം നമുക്ക് ഇല്ലാണ്ട് പോകുന്നു. പൗലോസ് തന്നെ പീഡിപ്പിക്കുന്നവരോട് കൂടെ ആയിരിക്കുമ്പോഴും, എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ താൻ അവതരിപ്പിക്കപ്പെടുമ്പോഴും, കുറ്റം വിധിക്കാൻ വേണ്ടിയാണ്, വിചാരണ ചെയ്യപ്പെടാൻ വേണ്ടിയാണ്, അവിടെയൊക്കെ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത തൻ്റെ ഹൃദയത്തിനകത്ത് നിറച്ചുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അത്ര കൃത്യമായിട്ടാണ് അവരെ നേരിടുന്നതെന്ന് നോക്കാം. അവർ പ്രധാന പുരോഹിതന്മാരടക്കം അവനെ ശിക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അവൻ പറയുന്നത് യഥാർത്ഥത്തിൽ തർക്കം നടക്കുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചാണ്. വിശ്വാസം സംബന്ധിച്ചെന്ന് വെച്ചാൽ പുനരുദ്ധാനത്തെ സംബന്ധിച്ചാണ്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഉറപ്പ് ഹൃദയത്തിലുള്ളതുകൊണ്ടും സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ വലിയ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ ഭിന്നതയുണ്ടാകുന്നു. ഈ വിചാരണയ്ക്കായി ഇവനെ കൊണ്ടുവരുന്നവർ തമ്മിൽ ഭിന്നതയുണ്ടാകുന്നു. അങ്ങനെ ആ ഭിന്നത അവനെ ആ തർക്കത്തിൽ നിന്ന്, ആ വിചാരണയിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നു. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യത്തോടെ
അനുഭവപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും സ്നേഹപൂർണ്ണമായൊരു വചനം നമ്മുടെ അടുത്തേക്ക് വരും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ സ്നേഹാനുഭവത്തിൻ്റെ നിറവിൽ ജീവിക്കാനും അത് ജീവിതം വഴി പ്രായോഗികമാക്കാനും ആവശ്യമായ ഒരു ആത്മബലം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിരന്തരം നമ്മുടെ ജീവിതത്തെ അപ്രകാരം പരിവർത്തിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.